നേരത്തെ വിട്ടോ? ആ തോന്നണു കേട്ടോ. അയ്യോ മക്കളെ, ഇന്ന് സ്കൂൾ നേരത്തെ വിട്ടാ? അതിവിടെ അടുത്തൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു സിനിമയുടെ, അത് കാണാൻ പോയത്. ഷൂട്ടിംഗ് നീ താക്കോലിവിടെ വെച്ചില്ലായിരുന്നോ? അയ്യോ ഇല്ല, ഞാൻ മറന്നുപോയി ഈ മമ്മൂക്കെ കാണാനുള്ള ആവേശത്തിന്. സോറി മക്കളെ. മാത്രമല്ല, നീ എത്ര നേരത്തെ കയറിയിരുന്നു ഞങ്ങൾ കണ്ടോ? അല്ലെങ്കിലും എന്നെ ആർക്കും വേണ്ടല്ലോ. என்ன பாரு இப்படி எல்லாம் சொல்றேன்? திடீர்னு ஷூட்டிங் வந்தப்ப நாங்க போனோம், அவ்வளவுதான். നിങ്ങളാണോ ഷൂട്ടിംഗ് ചെയ്യുന്നേ? പാറു കലിപ്പിലാണ്. എത്ര നേരം മനുഷ്യനോട് കുത്തിയിരിക്കുന്നറിയോ? പല പിള്ളേരെ പിടുത്തക്കാരെ വന്ന് പിടിച്ചോണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ അവന്മാർ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ചേട്ടാ തമാശ കളിക്കല്ലേ? മാഡം, ഇന്ന് സ്കൂൾ എന്ത് നേരത്തെ വിട്ടേ? ആ സ്കൂളുകാരോട് വിളിച്ചു ചോദിക്കും. മക്കളെ ഒന്ന് ക്ഷമിക്ക്. എല്ലാരും വായും പൊളിച്ചിരിക്കാതെ ഡോറ് തുറക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്ന്. വിശക്കുന്നുണ്ടെങ്കിലേ ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ പോയേക്കുമല്ലായിരുന്നോ? ഇല്ലേ ഇല്ലേ, എനിക്ക് ഓർഡർ ചെയ്താ. ஐயோ பாரு, எல்லாமே இருக்கு. மீன்கறி இருக்கு, சோறு இருக்கு, எல்லாம் தரேன். வா உள்ள போலாம். എന്നാ പിന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ പോയി എടുത്തു നോക്ക്. മുടയാണല്ലോടാ. வா பாரு. എന്താ തെറ്റായിപ്പോയി, ഇല്ലെങ്കിൽ കാലെ പിടിക്കാൻ കുത്തിയേനെ. ആരുടെ ഷൂട്ടിംഗ് ആണോടാ പോയെ? മമ്മൂക്ക. മമ്മൂക്കയുടെയാ? ഞാൻ കഴിച്ചിട്ട് വരാം, എന്നിട്ട് തരാം. ദുഷ്ടന്മാര്. ഫോട്ടോ ഉണ്ട്, കാണിക്കട്ടാ? വേണ്ട, ഞാൻ കഴിച്ചിട്ട് വരാം എന്നിട്ട് തരാം. എന്താ പ്രാസം? നീ വാ. ഇതാരും ഉണ്ടാക്കിയേ? ഞാനാ ഉണ്ടാക്കിയേ. ചുമ്മാതല്ല, വായി വെക്കാൻ കൊള്ളാത്ത. കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കഴിക്കണ്ട, പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അപ്പൊ ഞാൻ പട്ടിണി എടുക്കാനാ പറയുന്നേ? ഞാൻ പട്ടിണി ചത്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നാക്ക് സൂക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്തൊക്കെ വർത്താനാണ് പറയണേ? ചത്തുന്നാ? പൊട്ട് 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 പൊട്ട്. ഇപ്പൊ തൽക്കാലത്തൊന്നും ചെയ്യണ്ട, പൊട്ട്. ഡേ മകളെ പാറു, അമ്മോ ഞങ്ങള് മനഃപൂർവ്വം ഒന്നും അല്ല അങ്ങനെ നിന്നെ കൂട്ടാതെ പോയത്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോ ടക്കൻ നമ്മുടെ ചീന് വിളിച്ച് അവൻ പറഞ്ഞു ഇന്നോടെ നമ്മുടെ ജംഗ്ഷനിലല്ല അവിടെ മമ്മൂക്കയുടെ ഷൂട്ട് നടപ്പുണ്ട്, വന്നാ കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി പോയതാണ്. അപ്പൊ എന്നെ കൂടെ സ്കൂളിൽ നിന്ന് വിളിച്ചൂടെ? എന്നെ കൂടെ സ്കൂളിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ടക്കനെ കയറി സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോകാൻ പാടുണ്ടോ? മക്കള് പഠിക്കുന്നതല്ലേ. എന്നാലും വിളിക്കായിരുന്നു. പാറുവേ, സ്നേഹത്തോടെയാണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത് പറഞ്ഞു തന്നത്. ഇനിയും നീ മുട ഇറക്കിയ നിങ്ങൾ എന്നെ മനഃപൂർവ്വം കൊണ്ടുപോയിരുന്നേ. തന്നടി മനഃപൂർവ്വം കൊണ്ടുപോകത്ത് തന്നെ. ഇത് മുടയാണ് കേട്ടോ. ശരിയാക്കി കൊടുക്ക. എടാ, മമ്മൂക്ക നിന്റെ അടുത്ത് എന്താണ് സംസാരിച്ചേ അവിടെ വെച്ചിട്ടേ? മമ്മൂക്ക ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ മമ്മൂക്ക എന്നോട് കുറെ നേരം സംസാരിച്ചില്ലേ ചേച്ചി? അങ്ങനെ സംസാരിച്ച് അതാണ് പുള്ളിക്ക് മതിയാവണില്ല. ഞാൻ നോക്കുമ്പോഴേ ഈ പരിപാടിയുടെ മറ്റേ ഡയറക്ടർ ഉണ്ടല്ലോ പടത്തിന്റെ, പുള്ളി ബാക്കി നിന്നിട്ടേ ഇക്ക ഷോട്ടിക്കാന്ന് പറഞ്ഞ് വിളിക്കണുണ്ട്. പുള്ളി തിരിഞ്ഞു പോലും നോക്കണില്ല. അവസാനം ഞാൻ പറഞ്ഞേ നമുക്കാ പാവം പിടിച്ച ഡയറക്ടർ കിടന്ന് ഷോട്ട് തുറന്നിരുന്ന് വിളിക്കണേ, പാവം പോയി 2 സീൻ ചെയ്ത് കൊടുത്തിട്ട് അത് പറഞ്ഞ് ഞാനങ്ങ് വിട്ട്. പിന്നെ പോവാ സമയത്ത് ഇക്ക വേറൊരു കാര്യം കൂടെ പറഞ്ഞ്. എന്താ? ഇക്ക പറഞ്ഞ് മക്കളുടെ ആ കേശുവേ, നീയും നിന്റെ കുടുംബക്കാരും എല്ലാം കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണോ. ദൈവമേ, മമ്മൂക്ക വീട്ടിലേക്ക് ക്ഷണിച്ചാ? പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ മമ്മൂക്ക പ്രത്യേകം പറഞ്ഞു. DQ ഉള്ള ദിവസം വേണം വീട്ടിൽ വരാനെന്ന്. ദൈവമേ, DQ ഉള്ള ദിവസോ? கேசு, எப்படா மம்முக்காட்ட இவ்வளவு எல்லாம் பேசின? நீ போறச்ச என்னையும் கூட்டிட்டு போடா. കൊണ്ടുപോവാ. മമ്മൂക്കയുടെ വീട്ടിൽ പോകുമ്പോ എന്നെ കൊണ്ടുപോണേ. ഹലോ, ഇത് ഞങ്ങള് പോകുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുട ഇറക്കുന്നവർക്ക് അങ്ങ് മാറി ഇരുന്നാ മതി. ചേച്ചി പിന്നെ നാളെ അവിടെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, നാളെ പോയിട്ട് വേണം നമുക്ക് മമ്മൂക്കോട് സംസാരിച്ചൊരു ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പാറൂര് രാവിലെ സ്കൂളിൽ വിട്ടിട്ട് ആ വഴി നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിട്ട്. എവിടെ സ്കൂളിൽ പോട്ടെ? എവിടെ? അവിടെ ആരും നോക്കണ്ടല്ലോ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. വീട്ടിൽ പോകുമ്പോ ജിലേബി മേടിച്ചിട്ട് പോകണം. DQന് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഒരു ലോഡ് ജിലേബി കൊണ്ടുപോവാ. പിന്നെ അതൊക്കെ നമുക്ക് കൊണ്ടുപോകല്ലോ. DQനല്ലേ മമ്മൂക്ക രണ്ടുപേരും ഒരു
എന്താണ് ഭയങ്കര സന്തോഷമൊക്കെ? ഞാനേ നമ്മുടെ കുടുംബശ്രീയിലെ ഗ്രൂപ്പിലെ മമ്മൂക്കായോടുള്ള ഫോട്ടോ ഇട്ടു. യു എല്ലാരും അങ്ങ് വിളിയോടെ വിളി, നിങ്ങൾ എപ്പോ പോയി കാണാൻ പോയി, എപ്പോഴാ കണ്ടത്, യു ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ, എന്തൊക്കെയാ ചോദിക്കുന്നത് അറിയോ? അയ്യോ അമ്മൂമ്മനെ മാത്രമല്ല, ഞാനും ആ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ. എല്ലാരും എന്തൊക്കെയാ ചോദിക്കുന്നേന്ന് അറിയോ? പറഞ്ഞു, നമ്മൾ മറ്റേ കാര്യം പറഞ്ഞെടുത്ത് പറഞ്ഞില്ലല്ലോ. ഏത് കാര്യമാടാ? മക്കളെ, നമ്മളവിടെ മമ്മൂക്കയെ കാണാൻ ചെന്നപ്പോഴേ അമ്മൂമ്മ ഉണ്ടല്ലോ, കണ്ടത് തല ഇറങ്ങി ഒരു വേക്കം. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം? ഇതൊക്കെ എന്തിനാ ചേട്ടൻ എന്നോട് പറയുന്നേ? ചേട്ടൻ പറയും കൊറേ ആൾക്കാരില്ലേ? ഇഷ്ടം പോലെ ആൾക്കാരില്ലേ? അലീനയുണ്ട്, മെർലിനുണ്ട്, ഹരിതയുണ്ട്, പിന്നെ ലക്ഷ്മി സുബ്രഹ്മണ്യം ഉണ്ട്, എന്തോരം പൊമ്പിള്ളേരാ. ചേച്ചി ഈ കാര്യങ്ങള് ഗൾഫിൽ നിന്ന് വരെ തളയന്റെ അടുത്ത് പോയി പറ. കിട്ടിയ ചോറുണ്ട് പോച്ചേ, ചോറെടുത്തോണ്ടേ പോത്തുള്ളൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.